2021 സനാഥാലയം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ഗൗരീശവട്ടത്ത്. അപ്പം നമ്മുടെ മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഇതിനൊരു വലിയ സ്കൈ വന്നത്, ഒരു ഡൈമെൻഷൻ മാറിയത്. ഇവരുടെ വിദ്യാഭ്യാസം മുടങ്ങും, ഭക്ഷണം ചിലപ്പോൾ മുടങ്ങാതെ നോക്കാൻ സമൂഹത്തിൽ ആർക്കും പറ്റും. ഒരുപാട് എൻഗേജ്ഡ് ആക്കി ഇരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ രോഗങ്ങൾ എന്താണ്, രോഗത്തിന്റെ വേദന എന്താണെന്ന് അവരെ അറിയിക്കാതെ അതിലൂടെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആ പ്രോജക്റ്റുകളെല്ലാം ഒരുക്കിയിരുന്നത് എന്നുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയി ഇത്രയും സുതാര്യമായി ബാങ്ക് അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിച്ചാലും മറ്റൊരാൾ വിളിച്ചു ചോദിച്ചാലും ഒക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി തരാൻ ഞങ്ങൾ തയ്യാറാണ്. 3 crores ആണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് 3.25 crores ഒരു വലിയ പ്രോപ്പർട്ടി. 6 മാസം പ്രായമുള്ള വാവയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചതാണ്. ഇന്ന് ആ കുഞ്ഞുവാവയ്ക്ക് 4.5 വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ജേണി കാണുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഈ രണ്ടുപേരും ഞങ്ങൾ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് ഞങ്ങൾ ചെറുപ്പം തന്നെയാണ്. നമ്മൾ ശ്രമിക്കുന്നത് ഒരു ദിവസം ഒരു 25 മക്കളെയെങ്കിലും അങ്ങനെ കിടത്താൻ പറ്റുന്നൊരു സെറ്റപ്പിലേക്കാണ്. നമ്മൾ എപ്പോഴും പറയും സനാഥാലയം ഈസ് എ കൾച്ചർ, അതാണ് നമ്മുടെ ടാഗ്ലൈൻ. 2021 സനാഥാലയം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ഗൗരീശവട്ടത്ത്. അന്ന് ഞങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാൻസർ കെയർ സെൻറ്റർ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാത്രം അറിവുകളോടെ നമ്മൾ തുടങ്ങിയതാണ്. നമ്മൾ RCCയിൽ വരുന്ന റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ വരുന്ന ക്യാൻസർ പേഷ്യൻസ്, അതും F കാറ്റഗറി, അവർക്കൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിലുള്ളവർക്ക് ഇച്ചിരി പണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ളവരെ നോക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ആദ്യമേ മനസ്സിലുണ്ടായിരുന്നത് അവർക്ക് പൂർണ്ണമായും സൗജന്യമായി ഭക്ഷണവും താമസവും ഒപ്പം എല്ലാ സംവിധാനങ്ങളും. നമ്മുടെ വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ, അത് ഞാനാണെങ്കിലോ നിങ്ങളാണെങ്കിലോ ആരാണെങ്കിലും, നമ്മളെങ്ങനെ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങനെ നോക്കും, അങ്ങനെ ആയിരിക്കണം സനാഥാലയം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു അത് തുടങ്ങിയത്. അന്ന് മുതൽ നമ്മൾ തുടങ്ങിയ ആ യാത്രയിൽ അവർക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ പല പ്രോജക്റ്റുകളായിട്ട്, അതായത് അവർ പോലും അറിയുന്നില്ല, അവരെ ഞങ്ങൾ ഒരുപാട് എൻഗേജ്ഡ് ആക്കി ഇരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ രോഗങ്ങൾ എന്താണ്, രോഗത്തിൻ്റെ വേദന എന്താണെന്ന് അവരെ അറിയിക്കാതെ അതിലൂടെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആ പ്രോജക്റ്റുകളെല്ലാം ഒരുക്കിയിരുന്നത് എന്നുള്ളത്. പിന്നെ സുമി പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ആദ്യം തുടങ്ങുമ്പോൾ നമ്മുടെ അറിവ് ഇതുവരെയാണ്. ഇവർക്ക് സൗജന്യമായിട്ട് താമസം, സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കണം. കാരണം ഇപ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ എന്നുള്ളൊരു ഫാമിലി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും വാവയും കാണും. ഇവരൊരു വീടെടുത്തൊരു 8 മാസം വരെയൊക്കെ നിൽക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാവുന്നത്. അതേസമയം നമ്മളൊരു വാടക വീട് ഒരുക്കിയാൽ ഇവർക്ക് ആ പൈസ ലാഭിക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾക്കും കുഞ്ഞുങ്ങളാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 16 വയസ്സ് പ്രായമാണ്. എനിക്ക് 2 പെൺകുട്ടികൾ, സുമിക്കൊരു പെൺകുട്ടി, എല്ലാം 16 വയസ്സാണ്. അപ്പം നമ്മുടെ മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഇതിനൊരു വലിയ സ്കൈ വന്നത്, ഒരു ഡൈമെൻഷൻ മാറിയത്. ഇവരുടെ വിദ്യാഭ്യാസം മുടങ്ങും, ഭക്ഷണം ചിലപ്പോൾ മുടങ്ങാതെ നോക്കാൻ സമൂഹത്തിൽ ആർക്കും പറ്റും, പിന്നെ താമസിക്കാനൊരിടം കൊടുക്കാനും ആർക്കും പറ്റും. പക്ഷേ ഈ വിദ്യാഭ്യാസം മുടങ്ങാതെ നോക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ 1 വർഷത്തെ അക്കാഡമിക് ഇത് പോവാണല്ലോ. അപ്പം ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഒരു വിങ്ങിനെ വെച്ചിട്ട് ഇവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ അവർക്ക് ട്യൂഷൻ കൊടുക്കുക പോലെയുള്ള, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡൈമെൻഷൻ, ഇങ്ങനെ സാധ്യതകളുണ്ട്, ഇവർക്കിത് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് കീമോ എന്ന പേര് നമ്മളെല്ലാവരെയും പേടിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കീമോയുടെ ചൂടിലോട്ട് പോകുമ്പോൾ വാടിക്കൊഴിഞ്ഞു. ഇവർക്ക് അതിൽ നിന്ന് റിക്കവറായി വരാനുള്ളൊരു റിക്രിയേഷൻ ഏരിയ, ഒരു പൂന്തോട്ടം, ഒരു കിളിക്കൂടല്ല കിളി വീട്, ഇവരുടെ കളിപ്പാട്ടങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി ഇവരുടെ ഒരു മെൻ്റൽ വെൽബീയിങ്ങിനെ ശാക്തീകരിക്കാനുള്ളൊരു സാധ്യതകൾ, അങ്ങനെ നമ്മളൊരു 11ഓളം പ്രോജക്റ്റുകളാണ് സനാഥാലയത്തിൻ്റെ അങ്കണത്തിൽ ഒരുക്കിയിരുന്നത്. പക്ഷേ ഇതെല്ലാം വാടക വീട്ടിലായിരുന്നു, നമ്മുടെ ഒരു പെർമനൻറ്റ് സെറ്റപ്പിലായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. നമ്മളത് ഒരാളിൽ നിന്നും കുറ്റിയടിച്ച് പിരിവ് നടത്തിയല്ല ചെയ്തത്. എൻ്റെ സോഷ്യൽ മീഡിയ ഇൻകം, സുമിയുടെ സോഷ്യൽ മീഡിയ ഇൻകം, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ബിഗ് ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു ടീമുണ്ട്, 40-45 ചെറുപ്പക്കാരുണ്ട്. എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ അവർ സഹായിക്കുന്ന, നമ്മുടെ വെൽവിഷേഴ്സ് സനാഥാലയം എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അവർ സഹായിക്കുന്ന തുകയാണ്. അല്ലാണ്ട് നമ്മൾ വ്യാപകമായൊരു ക്രൗഡ് ഫണ്ടിങ് നാളിതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വീട് മാറേണ്ട, 4 വർഷം നമ്മൾ ആ വീട്, ഗൗരീശപട്ടത്തായിരുന്നു നമ്മുടെ ആ വീട്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, നമുക്കത് നമ്മുടെ ഓണറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ഒരു ബോർഡ് മെമ്പറിനെ പോലെ തന്നെ കൂടെ നിന്നു. പക്ഷേ അദ്ദേഹത്തിനും സ്വാഭാവികമായിട്ട് മനുഷ്യരാണല്ലോ, അപ്പോൾ അവർക്കും സാമ്പത്തികമായിട്ടുള്ള കൺജഷൻസ് ഒക്കെ വരും. അപ്പോൾ അവർ നമ്മളോട് ഈ വീട് ആദ്യം മേടിക്കാമോ എന്നാണ് ചോദിച്ചത്. വളരെ ന്യായമായ ജെന്യുവിനായിട്ടുള്ള വിലയായിരുന്നു.
പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തരാൻ വില്ലിംഗ് ആണെന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു നമ്മുടെ കയ്യിൽ താങ്ങാതെ വരുമെന്ന്. അപ്പോഴാണ് നമുക്കത് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നത്. അപ്പോഴും അദ്ദേഹം നമുക്ക് ഇനഫ് ടൈം തന്നു. പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത്. ഇപ്പം നമ്മളുള്ളൊരു താൽക്കാലിക ഷെൽട്ടർ ഹോമിലാണ്. നമുക്കൊരു 6 മാസം വരെയൊക്കെ ഇവിടെ ഉണ്ടാകാൻ പറ്റുമായിരിക്കാം. പിന്നെ ഒരു ക്രൗഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാരിറ്റി ആണല്ലോ. അപ്പം ഞങ്ങളൊക്കെ കുറച്ചുകൂടി പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിനെ ബാധിക്കാത്തതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുമാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ. അപ്പം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതിനൊരു സെൻറ്ററിന് വേണ്ടിയിട്ട് ആൾക്കാരോട് പൈസ ചോദിക്കാതിരുന്നതിൻ്റെ റീസൺ പോലും നമ്മൾ പേടിച്ചിട്ടാണ് നമുക്ക്. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തൊരു മോണിറ്ററി സെല്ലിനെ വെക്കുക എന്നുള്ളതാണ്. നമ്മളെ ഉൾപ്പെടെ മോണിറ്റർ ചെയ്യാൻ, അത് സനാഥാലയത്തിൻ്റെ നിത്യപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ചാരിറ്റി വിങ്സിന് എപ്പോഴും ഈ പറഞ്ഞ പോലെ അഴിമതി ഉണ്ടോ എന്ന് നോക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടല്ലോ, നിരീക്ഷകർ. അവരെ പോയി സമീപിക്കുകയും അവരെ വെച്ചിട്ട് നമ്മളൊരു മോണിറ്ററിങ് സെൽ ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ അക്കൗണ്ടുകൾ ഉൾപ്പെടെ അവർക്ക് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. സനാഥാലയത്തിൻ്റെ ഇൻകം പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. നാളെയും ആ മോണിറ്ററി സെല്ലിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രസ്ഥാനത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനം. ആദ്യം ഒരു തരത്തിൽ നമ്മൾ ഒരുപാട് ഇടങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ലാൻഡ് മേടിച്ച് നേരത്തെ നമ്മൾ എന്താണോ പടുത്തുയർത്തിയത്, നമ്മുടെ ഒരു സ്വപ്നം, അതിൻ്റെ ഒരു ചെറിയ വേർഷൻ ആയിരുന്നല്ലോ, അതിൻ്റെ ഒരു ഫുൾ വേർഷൻ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ പിള്ളേർക്ക് അവരുടെ ഫാമിലിയോടൊപ്പം അവിടെ താമസിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോഴും നിരന്തരമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ലാൻഡ് നോക്കുന്നുണ്ട്, വീടോട് കൂടിയുള്ളത് നോക്കുന്നുണ്ട്. ഏത് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് ഓക്കെയാണ്. ഒരുപാട് പേര് കിട്ടും. അതും കൂടി നമ്മൾ എടുത്തു പറയണം. ഈ ഒരു സമയത്ത് നാട്ടിൽ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ളവരാണെങ്കിൽ പോലും നാട്ടിൽ അവർ സമ്പാദിച്ചിടുന്ന, ചിലപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന, വാടകയ്ക്ക് കൊടുക്കാത്ത, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. ഞങ്ങൾ ഇതിനോടകം പോയി കണ്ടു എന്നുള്ളതാണ്. അതിൽ ചിലരെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും തീരെ താല്പര്യമില്ല, അവർക്ക് കൊടുക്കാനൊന്നും താല്പര്യമില്ല, വാടകയ്ക്കും താല്പര്യമില്ല, കൊടുക്കാനും താല്പര്യമില്ല. സംരംഭത്തിന് കൊടുക്കാൻ എന്നുള്ളതാണ് അതിനകത്തെ വേർഡ് അല്ലേ? അങ്ങനെ പറയാൻ ഒട്ടും താല്പര്യം. ഇപ്പം നമ്മളൊരു പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഞങ്ങൾ ഇതിനകത്തൊരു ചെറിയ വിഷയം വരുന്ന, സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. നമ്മളൊരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറേ പറ്റൂ. കാരണം നമ്മൾ ഇത്രയും ട്രാൻസ്പെറൻ്റായി, ഇത്രയും സുതാര്യമായി ബാങ്ക് അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ, ഇപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചാലും മറ്റൊരാൾ വിളിച്ച് ചോദിച്ചാലും ഒക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി തരാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞു പോയ വർഷങ്ങളിലെല്ലാം നമ്മുടെ സംഘടന ഓഡിറ്റബിളാണ്. നമുക്ക് ATG ഉണ്ട്, 12A ഉണ്ട്, CSR 1 ഉണ്ട്, രജിസ്ട്രേഷൻ പെർഫെക്റ്റ് ആണ്. നമ്മുടെ പേപ്പറുകളെല്ലാം തന്നെ ക്ലിയർ ആയിട്ടാണ് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചാൽ നമുക്ക് എന്ത് ഡോക്യുമെൻറ്റും തരാനാകും എന്നുള്ളതാണ്. ഒരു ജോയിൻറ്റ് പാൻ കാർഡിലാണ് നമ്മുടെ ചിറക് എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ജോയിൻറ്റ് പാൻ കാർഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വീട് വാങ്ങിക്കണമെങ്കിലോ ഒരു പെരേടം വാങ്ങിക്കണമെങ്കിലോ കംപ്ലീറ്റ് നമുക്ക് വാലിഡ് മണി, അതായത് അക്കൗണ്ട് ടു അക്കൗണ്ടേ പോകുള്ളൂ. അതെല്ലാ പ്രോപ്പർട്ടി ഓണേഴ്സും ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. അപ്പോൾ അതിന് സമ്മതിച്ചിട്ടുള്ളൊരു ഓണറെ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 3 crores ആണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് 3.25 crores ഒരു വലിയ പ്രോപ്പർട്ടി. അത് നമുക്ക് വർത്തിയാണ്. നമ്മൾ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടിയൊക്കെ കുറയ്ക്കാനുള്ളതെല്ലാം കഴിഞ്ഞ് 3 crores ആണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ മനസ്സിലിപ്പോൾ ഈ 3 crores-ലാവുമ്പോൾ അവിടെ ഒരു 8 മുറി വീടുണ്ട്. അദ്ദേഹത്തിനൊരു 20% അഡ്വാൻസ് കൊടുത്താൽ നമ്മളെ അദ്ദേഹം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളും പോരാളികളുമായിട്ട് അങ്ങോട്ട് പോകാനാവും. 6 മാസത്തിന് ഏപ്രിൽ സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലും എല്ലാവരും പറയണമെന്നില്ല. നമുക്കൊരു 60 ലക്ഷം രൂപ കണ്ടെത്തി കൊടുക്കുകയും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ നമുക്കിതുവരെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 100, 200, 300, 400, 500 ഒക്കെ ആയിട്ട് ഇതിനകത്ത് ഒരു തുക പോലും വലിയ തുകയില്ല. എല്ലാം നമ്മുടെ 100 രൂപ, 200 രൂപ, 500 രൂപ അങ്ങനെയുള്ളത് വന്നത് 43 ലക്ഷം രൂപയാണ്. അപ്പോൾ ബാക്കി ഒരു തുക കൂടി കണ്ടെത്തി അഡ്വാൻസ് കൊടുക്കാനായാൽ നമുക്ക് ആ 3 കോടി എന്ന ടാർഗറ്റിലേക്ക് നീങ്ങാനായാൽ, ചിലപ്പോൾ അതിന് ശേഷം സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ പോലെയുള്ള തുകകളൊക്കെ വന്നേക്കാം. അത് നമ്മൾ ബെയർ ചെയ്യാൻ നമുക്ക് വീണ്ടും ഒരുപാട് പേരെ സമീപിക്കുക. എന്നാലും സാരമില്ല, ഞങ്ങൾ പരമാവധി സമയമെടുത്ത് ഇപ്പോൾ ഇത് നടന്നു. നമുക്കൊരു സ്ഥിരമായ സംവിധാനം ക്യാൻസർ കുരുന്നുകൾക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ക്യാൻസർ കുരുന്നുകളെന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ സർവീസ് ക്യാൻസർ കുരുന്നുകൾക്ക് മാത്രമായിരുന്നില്ല. ഇന്നുവരെ നമ്മൾ ഒരുപാട് മനുഷ്യരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അധികം വരുന്ന വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ജീവിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. 6 മാസം പ്രായമുള്ള വാവയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചതാണ്. ഇന്ന് ആ കുഞ്ഞുവാവയ്ക്ക് 4.5 വയസ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ജേണി കാണുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഈ 2 പേരും ഞങ്ങൾ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത് ഞങ്ങളെ ചെറുപ്പം തന്നെയാണ്. അപ്പോൾ ആ പ്രായത്തിനിടയിൽ ഞങ്ങൾ കണ്ടൊരു വലിയ അനുഭവമാണ് ഇത്രയും മനുഷ്യരെ തൊട്ടറിയാനായി എന്ന് പറയും. നമ്മുടെ സനാഥാലയത്തിലിരുന്നു കൊണ്ട് ഒരാൾക്കും ഒരു ജീവന് സങ്കടം ഉണ്ടായിട്ടില്ല. അവർ വീടുകളിൽ പോയ ശേഷം 1-2 പേരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ. പക്ഷേ എങ്കിലും ആ ഒരു അന്തരീക്ഷത്തിൽ, സനാഥാലയത്തിൻ്റെ നമ്മൾ തൂവെള്ള നിറത്തിലുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ, പൂക്കൾ പോലും അത്രയും മനോഹരമായിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഒരാൾക്ക് പോലും സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ വീട്ടിൽ എത്ര പേരുണ്ട്? നമുക്ക് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്.
നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ സീരിയലിൽ കാണുന്നത് പോലെയൊക്കെ കുറേ കുട്ടികൾ വന്നിങ്ങനെ താമസിച്ച് അവിടെ മറ്റേ ലാ 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 അതല്ല നമ്മുടെ റിയാലിറ്റി. നമുക്കിത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു 8 മാസം ഒരു ഫാമിലി കാണും, ചിലപ്പോൾ 2 ആഴ്ചയെ കാണുള്ളൂ, ചിലപ്പോൾ ഒരു ദിവസത്തെ ചെക്കപ്പിനായിരിക്കും വരിക. നമുക്ക് വിസിറ്റേഴ്സിനെ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികളോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പെറ്റ് സ്കാൻ കഴിഞ്ഞ മക്കൾ കാണും, അവർക്ക് ഇപ്പം നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യുന്നത് മറ്റു കുട്ടികൾക്ക് പ്രശ്നം വന്നേക്കാം. അല്ലാത്ത കുട്ടികളാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന കുട്ടികൾ കാണും. ഇവരൊക്കെ ആപ്പിളൊക്കെ പുഴുങ്ങിയാണ് കഴിക്കുക, ഫ്രൂട്ട്സൊക്കെ പുഴുങ്ങി കഴിക്കുക, നട്ട്സ് എല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആഹാരത്തിൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരിട്ടുള്ളൊരു റിയാലിറ്റി ആൾക്കാരുടെ കോൺസെപ്റ്റിൽ അനാഥാലയം, ക്യാൻസർ കെയർ കിഡ്സ് അല്ലെങ്കിൽ കിഡ്സ് സെൻറ്റർ എന്ന് കേൾക്കുമ്പോൾ കുറേ കുഞ്ഞുങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും, നമുക്ക് അവരുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാം. അതല്ല ഇതിൻ്റെ റിയാലിറ്റി. ഇവർ കീമോ ചൂടിൽ വാടിത്തളർന്ന ചീരത്തണ്ടുകൾ പോലെയുള്ള ഒരു കൂട്ടം കുട്ടികളാണ്. അപ്പോൾ ഇവർ പലപ്പോഴും കിടപ്പായിരിക്കും. നമുക്കൊരു ദിവസം 12 മനുഷ്യരെയാണ് ഈ വാടക ഷെൽട്ടറിൽ കിടത്താൻ പറ്റുക. നമ്മൾ ശ്രമിക്കുന്നത് ഒരു ദിവസം ഒരു 25 മക്കളെയെങ്കിലും അങ്ങനെ കിടത്താൻ പറ്റുന്നൊരു സെറ്റപ്പിലേക്കാണ്. നിലവിൽ കണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഇത് സാധിക്കും. അതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ഒന്നതിൽ ആറിബക്കർ നിർമ്മിതിയാണ്, പിന്നെ ഒരുപാട് കാറ്റും വെളിച്ചവും കയറുന്നൊരു കുന്നുംപുറത്തിലുള്ള ഒരു വസ്തുവാണ്. പ്ലസ് അതിൻ്റെ ഹൗസ് ഓണറും കൂടി നമ്മളോട് ഈ ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇവർക്ക് ഓടിക്കളിക്കാനുള്ള മുറ്റം അനിവാര്യമാണ്. ഈ കീമോ ചൂടിൽ നിന്നൊരു 2 ദിവസത്തെ ക്ഷീണം കഴിഞ്ഞ് ഇവർ ഉണർന്നാൽ ഒരു കീമോ സെറ്റ് കഴിഞ്ഞ് അടുത്ത കീമോ സെറ്റിലേക്ക് 21 ദിവസങ്ങളുടെ വഴിദൂരമുണ്ട്. ആ സമയത്ത് ഇവർക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. മുടി പൊഴിഞ്ഞിട്ടുണ്ടാവും, അവരുടെ പുരികം പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു അപ്പിയറൻസ് മാറിയിട്ടുണ്ടാകും. അവർക്ക് വീണ്ടും അവരുടെ യഥാർത്ഥ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 21 ദിവസം അവർക്ക് ഇവിടെ നിന്ന് വീണ്ടും ഊർജ്ജം വീണ്ടെടുക്കേണ്ടതുണ്ട് അടുത്ത കീമോയ്ക്ക്. ആ സമയം ഇവർക്കിവിടെ ഭയങ്കരമായി സന്തോഷം കിട്ടുന്നൊരു മുറ്റം വേണം, ഇവർക്കൊരു വായനാമുറി വേണം, ക്യാരംസ് കളിക്കാനുള്ള ഇടം വേണം. ഇപ്പോൾ നമുക്കുള്ള കോമള എന്ന തമിഴ്നാട്ടിലെ നമ്മൾ മറ്റ് സംസ്ഥാനക്കാരെയും റിസീവ് ചെയ്യുന്നുണ്ട്. അവരും RCCയിൽ വരുന്നവരെല്ലാവരും RCC മെഡിക്കൽ കോളേജിലേക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും നമുക്ക് ആൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം നമുക്കൊരു 35 മനുഷ്യരെ, 12 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ അറൗണ്ട് ഒരു 35 മനുഷ്യർ വരും. പിന്നെ നമ്മുടെ സ്റ്റാഫ്. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഒരു വീട്ടിലെ ഒരു കുഞ്ഞിനാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നതെങ്കിൽ തൊട്ടടുത്തുള്ളത് ചെറുതാണെങ്കിൽ അവരുടെ കൂടെയുള്ള സിബ്ലിങ്സ് എന്ന് പറയുന്നത് അനുജനോ അനുജത്തിയോ പ്രായത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അവിടെ മുടങ്ങും, അച്ഛൻ്റെ ജോലി പോവും, അമ്മയ്ക്ക് വയ്യാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരേണ്ടി വരും, ചെറിയ കുട്ടിയെയും കൂടി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങളുടെയും പഠനം പകുതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ 4 പേരെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. മറ്റേത് സ്ഥാപനമാണെങ്കിലും ഒരു പക്ഷേ അവർക്ക് സ്ഥാപനത്തിൽ നിൽക്കാൻ പറ്റാതായി ആകുന്ന സാഹചര്യത്തിൽ 20,000 അല്ലെങ്കിൽ 15,000 മിനിമം കൊടുത്തൊരു വീട് റെൻറ്റിനെടുത്ത് അവരങ്ങോട്ടേക്ക് മാറേണ്ട അവസ്ഥയാണ്. അപ്പം നമ്മുടെ അനാഥാലയം അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ 4 പേരെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. വിത്തൗട്ട് ഫുഡിൻ്റെ ആയാലും ശരി, അക്കോമഡേഷൻ്റെ ആയാലും ട്രാൻസ്പോർട്ടേഷൻ മാത്രം അവർ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് സംടൈംസ് നമുക്ക് ആംബുലൻസ് ഉണ്ടായിരുന്ന സമയത്ത് അതും അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പം ഒരുപാട് ലാഭം ആ ഒരു ഭാഗത്ത് അവർക്കൊരു സമാധാനമായിട്ട് കിട്ടുകയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിലേക്കായിട്ടുള്ളൊരു യാത്ര വളരെ കൂടുതലാണ്, അത് കുറയ്ക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ. നമ്മൾ എപ്പോഴും പറയും അനാഥാലയം ഈസ് എ കൾച്ചർ, അതാണ് നമ്മുടെ ടാഗ് ലൈൻ. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തപ്പെടണം എന്നൊരു വലിയ ചിന്തയോ ആഗ്രഹമോ ഒക്കെ നമുക്കുണ്ട്. നമ്മൾ കൂടുതലും മെറ്റീരിയൽ കളക്ഷൻ എന്നൊരു കൾച്ചർ കേരളത്തിന് പരിചയപ്പെടുത്തിയ ഒരു ടീമാണ് നമ്മുടെ. അത് നമുക്കിങ്ങനൊരു സെൻറ്റർ നടത്താൻ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു സാധാരണക്കാരന് പോലും പറ്റും. പൈസ ഇല്ലാതെ നമ്മുടെ തന്നെ ഇൻകം ജനറേറ്റ്. ഇപ്പോൾ അനാഥാലയത്തിലെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നോക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്തെ 12 സ്കൂളിലെ കുട്ടികളാണ്. ഒരു മാസത്തെ മാസസാധനങ്ങൾ അവർ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത്, നമ്മൾ പൈസ അല്ല സ്വീകരിക്കുന്നത്, അവരുടെ മെറ്റീരിയലാണ്. നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന സോഫ ഏതോ ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്നൊരു സോഫയാണ്. അവർ ആ മെറ്റീരിയലിങ് തന്നതിനെയാണ് നമ്മളിങ്ങനെ ആക്കിയെടുത്തത്. നമ്മുടെ ഈ നിലവിളക്ക് ഉപയോഗിച്ചിരുന്നതാണ്. നമ്മളിവിടെ കാണുന്ന ഓരോന്നും യൂസ്ഡാണ്. അപ്പോൾ ഫർണിച്ചറിൻ്റെ നമ്മുടെ ആ പൈസ കളക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് ഫർണിച്ചർ വാങ്ങിക്കണം, നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തരുമെന്ന് പറയുന്നതിനേക്കാളും അപ്പം നമ്മൾ ശ്രമിക്കുന്നതൊരു മെറ്റീരിയൽ കളക്ഷൻ എന്നുള്ള സംഗതിയാണ്. ഭാവിയിൽ നമ്മുടെ കെട്ടിടം വന്നാൽ അതിന് നമുക്ക് ഒറ്റ മെറ്റീരിയലാണ് നമുക്ക് ആവശ്യം, പൈസ അല്ല എന്ന് പറയുന്ന മറ്റൊരു മെറ്റീരിയൽ നമുക്ക് ആ 3 കോടിക്ക് 3 കോടി തന്നെ വേണമല്ലോ. ഈ ഒരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാണുന്നവരിലുണ്ടാവും നമ്മുടെ കഴിഞ്ഞ ഈ നാളുകളിൽ നമ്മൾ ഡൊണേഷൻസ് ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ ചേർത്തുന്ന കുറച്ചു പേരെ ഒപ്പം ചേർത്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴും പലരും അവരുടെ വീട്ടിലെ മക്കളുടെ ബർത്ത്ഡേ, അമ്മയുടെ ഓർമ്മ ദിവസം, കുടുംബത്തിൻ്റെ വിവാഹ വാർഷികം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് അനാഥാലയമായിട്ട് ആ മക്കളോടൊപ്പം അവിടുത്തെ പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിൽ കോംപ്രമൈസ് ചെയ്തൊരു കാര്യം, ശരി 3 നേരത്തേക്കും കൂടി
കൂടി നിങ്ങൾ 5000 കൊണ്ടുപോവാ, എന്നിട്ട് അവരോടൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അവരുടെ സന്തോഷ ദിവസങ്ങളിൽ, വലിയൊരു കമ്മ്യൂണിറ്റി ആ സന്തോഷ ദിവസങ്ങളിൽ അവർ മാറ്റിവെച്ചത് അനാഥാലയത്തിന് വേണ്ടിയിട്ടാണ്. അത് ഈ പറഞ്ഞ മറ്റേ ഭക്ഷണത്തിൻ്റെ തുകയായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കൂട്ടിയെടുത്ത അതല്ല. അതെ, നമ്മൾ 3 നേരം ഈ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കണക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ തുകയുടെ സാധനം വാങ്ങുന്നതിൻ്റെ ഒരു ശതമാനമാണ് ഈ 5000 രൂപ എന്ന് പറയുന്നത്. അതല്ലാണ്ട് ദൈവാനുഗ്രഹത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഇത് മുമ്പോട്ട് പോകാനുള്ളൊരു സാഹചര്യം നിലവിലത്തെ അവസ്ഥയിലുണ്ട്. നമ്മുടെ ടീമൊക്കെ തന്നെ മതി. ഭാവിയിൽ നിങ്ങളായിട്ട് ഇപ്പോൾ തരുന്ന ഈ ഓരോ ചെറിയ എമൗണ്ടും കൂട്ടിവെച്ച് നമ്മൾ ഈ കെട്ടിടം മേടിച്ചാലും അതിനുശേഷം പിന്നീട് അനാഥാലയത്തിൻ്റെ മാസ ചെലവുകൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ്ങുമായിട്ട് ഞങ്ങൾ വരില്ല എന്ന ആത്മവിശ്വാസം നമുക്കുണ്ട്. ഈ കെട്ടിടം നമുക്ക് കെട്ടാനായാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ 4 വർഷം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സഹായം ചോദിച്ചിട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് 100% ഇഷ്ടമാണ്, സന്തോഷമാണ്. നിങ്ങൾക്ക് ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാശ് ഈ പറഞ്ഞതുപോലെ കടയിൽ അയച്ച് സാധനം ഇങ്ങ് എത്തിക്കുകയോ ചെയ്യാം. നമുക്ക് ആ പൈസ പോലും സത്യത്തിൽ വേണമെന്നില്ല. ഒരിക്കൽ ഇത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് ഞങ്ങളത് പൊക്കോളും. അത് വലിയ ബുദ്ധിമുട്ടില്ല. ആ കോൺഫിഡൻസ് നമുക്കുണ്ട്.